നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ 38 ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ തന്റെ മണ്ഡലത്തിലേക്ക് എത്തി. ജനങ്ങൾ അദ്ദേഹത്തിനരികിലേക്ക് ഓടിയെത്തി അവരുടെ വിഷമങ്ങൾ, അവരുടെ പരാതികൾ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അതിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാനാണ് സാധ്യത. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഒരു സംശയമുണ്ടായത്, ഇപ്പോൾ രാഹുൽ ഈ മണ്ഡലത്തിലേക്ക് ഉടൻ വരേണ്ടതില്ല, നിയമസഭാ സമ്മേളനം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന നിർദ്ദേശമാണ് രാഹുലിന് നൽകിയിരുന്നത് എന്നതടക്കമുള്ള ചില നിഗമനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നേതൃത്വത്തിന്റെ അറിവോട് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാലക്കാടേക്ക് എത്തിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് മുതിർന്ന നേതാക്കന്മാരുടെയൊക്കെ അനുവാദത്തോടെ അവരുമായി ചർച്ച ചെയ്ത ശേഷമാണ് രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയത് എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല പാലക്കാട് ഈ ഒരു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു തീരുമാനം, അവരുടെ ഒരു നിലപാടിലും അവർ മയപ്പെടുത്തിയിട്ടുണ്ട്. രാഹുലിനെതിരെയുള്ള നിലപാടുകളിൽ മയം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ചടക്ക നടപടി മാത്രമേ ഉണ്ടാകൂ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലാണെങ്കിൽ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമാകും. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാഹുലിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പാർട്ടിക്കുള്ളിലെ ആ ഒരു മഞ്ഞുമല പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ രാഹുലിന് വലിയൊരു ആശ്വാസമാകും. കാരണം പിന്നീട് രാഹുലിനെ നേരിടേണ്ടി വരിക ഡിവൈഎഫ്ഐയും BJPയും മാത്രമായിരിക്കും. പാർട്ടിക്കുള്ളിലെ ആ ഒരു എതിർപ്പുകളൊക്കെ തീർച്ചയായിട്ടും അതിജീവിച്ചാൽ പിന്നെ മറുപക്ഷത്തെ മാത്രം നേരിടുക എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തും. എന്തായാലും ആ ഒരു സാഹചര്യം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. രാഹുലിന് പൂർണ്ണ പിന്തുണ പ്രാദേശിക നേതൃത്വം കഴിഞ്ഞ ദിവസം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. വരും ദിവസങ്ങൾ ആ പിന്തുണ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ ഈ ഒരു മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ നേരത്തെ ശനിയാഴ്ച എത്തുമെന്ന് അറിയിച്ചിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് BJP വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തിയത്. എന്നാൽ BJPയുടെ ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. മറിച്ച് DYFയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായി. അപ്പോൾ ഇന്ന് BJPയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. BJPയുടെ വെല്ലുവിളി MLA ഓഫീസിൽ എത്തുകയാണെങ്കിൽ, MLA ഓഫീസിൽ എത്തിക്കില്ല, അഥവാ എത്തിയാൽ അവിടെ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും വെളിയിൽ ഞങ്ങൾ സമരം ചെയ്യും, പ്രതിഷേധം ചെയ്യും എന്ന ഒരു വെല്ലുവിളിയൊക്കെ BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയാണോ കാര്യങ്ങൾ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയതിനു പിന്നാലെ വിളംബര പ്രതിഷേധവുമായി DYFI കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, അമ്മ പെങ്ങന്മാർ സൂക്ഷിക്കുക എന്നടക്കം വിളിച്ചു പറഞ്ഞായിരുന്നു DYFIയുടെ പ്രതിഷേധം. ലൈംഗികാരോപണം ഉയർന്ന് 38 ദിവസത്തിന് ശേഷമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്. രാഹുലിന്റെ വാഹനത്തിൽ നിന്നും MLA ബോർഡ് നീക്കിയിട്ടുണ്ട്. കുന്നത്തൂർ മേട്ടിലെ 2 മരണ വീടുകളിലായിരുന്നു രാഹുൽ ആദ്യം സന്ദർശനം നടത്തിയത്. കടകളിലും MLA ഓഫീസിന് സമീപമുള്ള വീടുകളിലും കയറി രാഹുൽ ആളുകളുമായി സംസാരിച്ചു, അവരുമായി ഇടപെട്ടു. കഴിഞ്ഞ മാസം 17-നായിരുന്നു രാഹുൽ മണ്ഡലത്തിൽ അവസാനമായി എത്തിയത്. എന്തായാലും രാഹുൽ കഴിഞ്ഞ ദിവസം പാലക്കാട് എത്തിയത് UDF നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മണ്ഡലത്തിൽ എത്തും മുൻപേ രാഹുൽ കോൺഗ്രസിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളുമായി ചർച്ച നടത്തുകയും ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാകണമെന്ന ആവശ്യം DCCയും ജില്ലാ മുസ്ലിം ലീഗും KPCCയോട് വ്യക്തമാക്കിയിരുന്നു. ശനിയാഴ്ചയിലേക്ക് നിശ്ചയിച്ച യാത്രാ അനുമതി കിട്ടാത്തതിനാൽ നീളുകയായിരുന്നു. പിന്നീട് ബുധനാഴ്ചയിലേക്ക് മാറ്റി നിശ്ചയിക്കുകയായിരുന്നു. എന്തായാലും ആരോപണങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ കാരണം രാഹുലിന് മണ്ഡലത്തിൽ എത്താൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അതിനെല്ലാം അതിജീവിച്ച് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ജനങ്ങളും അദ്ദേഹത്തിന് അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട്ടെ MLA ഓഫീസിൽ എത്തിയത്. എന്തായാലും MLA ഓഫീസിൽ രാഹുലിന് നേരെ പ്രതിഷേധം ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയം. രാഹുലിനെ ഓഫീസിൽ വെച്ച് ഷോൾ അണിയിച്ചാണ് പ്രവർത്തകരിൽ ഒരാൾ സ്വീകരിച്ചത്. MLA ഓഫീസിൽ വെച്ച് നിവേദനങ്ങൾ രാഹുൽ വാങ്ങി. വിശദമായി എല്ലാം പിന്നീട് പറയാമെന്നും കാണാമെന്നും മാത്രമായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല, താൻ പറയുന്നതിലും അപ്പുറമാണല്ലോ വാർത്തകളെന്നും സാധാരണഗതിയിൽ അറിയിക്കുന്നത് പോലെ തന്റെ പരിപാടികളുടെ കാര്യങ്ങൾ അറിയിക്കുമെന്നും രാഹുൽ മങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. പ്രതിഷേധങ്ങൾ പ്രശ്നമില്ലെന്നും താനും ഒരുപാട് നടത്തിയതല്ലേ എന്നും നാളെയും മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്നും അദ്ദേഹം മണ്ഡലത്തിൽ ഉണ്ടാകും. എന്തൊക്കെ പരിപാടികളാണ് എന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും MLA ഓഫീസിൽ അദ്ദേഹം എത്തും. വരും ദിവസങ്ങളിൽ രാഹുൽ പാലക്കാട് തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും DYFI കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി വന്നു. ഇനി BJPയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.
അഭിവാദ്യം ചെയ്തും ചേർത്ത് പിടിച്ചുമാണ് രാഹുലിനെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചത്. എന്തായാലും പാർട്ടിയുടെ ഭാഗമല്ല, പാർട്ടി പുറത്താക്കി ഈ ഒരു ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ച പാർട്ടി നേതൃത്വം തന്നെ കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ മണ്ഡലത്തിലെത്തിയപ്പോൾ ചേർത്ത് നിർത്തിയതും ഒരു വ്യത്യസ്ത കാഴ്ചയായി മാറി. കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാനും DCC പ്രസിഡന്റ് A തങ്കപ്പനും അടക്കമുള്ള നേതാക്കൾ രാഹുലിനെ ഏറെ അടുപ്പത്തോടെ അഭിവാദ്യം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി മുത്തലീബ് ഏറെ നേരം രാഹുലുമായി ചർച്ച നടത്തി. രാവിലെ ശക്തമായ പ്രതിഷേധമാണ് BJP DYFI ഒക്കെ നടത്തിയത്. എന്തായാലും മഹിളാ മോർച്ച പ്രവർത്തകർ ചൂലുമായി എത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടുതൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മറിച്ച് ഈ MLA ഓഫീസിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള വലിയ വെല്ലുവിളികളുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് BJP കടക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. കനത്ത പോലീസ് സുരക്ഷയാണ് രാഹുലിന്റെ MLA ഓഫീസിന് മുന്നിൽ ഒരുക്കിയിരുന്നത്. ഇന്നും ആ സുരക്ഷ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവതിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് വിധേയയാക്കിയത് ഉൾപ്പെടെയുള്ള ലൈംഗിക ചൂഷണ ആരോപണം നേരിടുന്ന രാഹുലാണ് ഇപ്പോൾ തന്റെ MLA പദവിയിലേക്ക് തിരിച്ചെത്തിയിരിക്കാൻ, അല്ലെങ്കിൽ MLA പദവിയിൽ സജീവമാകാൻ എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇന്നലെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് അടൂരിലുള്ള വീട്ടിൽ നിന്ന് രാഹുൽ പാലക്കാടേക്ക് തിരിച്ചത്. രാഹുലിന്റെ വരവ് കണക്കിലെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരത്തെ തന്നെ MLA ഓഫീസിന് സമീപം എത്തിയിരുന്നു. KCU ജില്ലാ അധ്യക്ഷൻ നിഖിൽ കണ്ണാടിയാണ് രാഹുലിന്റെ വാഹനം ഓടിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രശോഭും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. അന്തരിച്ച KPCC സെക്രട്ടറി PJ പൗലോസിന്റെ വീട്ടിലും രാഹുൽ എത്തി. ഇവിടെ വെച്ചാണ് ബെന്നി ബെഹനാൻ, VK ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ രാഹുൽ കണ്ടത്. ബെന്നി ബെഹനാൻ രാഹുലിനെ ചേർത്ത് നിർത്തിയപ്പോൾ DCC പ്രസിഡന്റ് A തങ്കപ്പൻ കൈകൊടുത്തു. അതേസമയം പാത്തും പതുങ്ങിയുമല്ല ജനപ്രതിനിധി പാലക്കാട് എത്തേണ്ടതെന്ന് BJP നേതാവ് C കൃഷ്ണകുമാറിന്റെ വിമർശനം. ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല, വ്യക്തിപരമായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ല, MLA ഓഫീസിൽ കയറാൻ അനുവദിക്കില്ല എന്നതടക്കമുള്ള വീരവാദമായിരുന്നു C കൃഷ്ണകുമാർ മുന്നോട്ട് വെച്ചത്. ഷാഫി പറമ്പലിന്റെ പിന്തുണയോടെയാണ് രാഹുലിന്റെ യാത്രയെന്ന് DYFI നേതാവ് AK ഷാനിവ് പ്രതികരിച്ചു. പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ പ്രതിഷേധമുണ്ടാകുമെന്നും പ്രതിഷേധങ്ങൾക്കൊപ്പം DYFI ഉണ്ടാകുമെന്നും ഷാനിഫിന്റെ വക മുന്നറിയിപ്പ്. എന്തായാലും ഈ വരും ദിവസങ്ങളിലും സജീവമായിട്ട് രാഹുൽ മണ്ഡലത്തിലുണ്ടാകും. എങ്ങനെയാണ് DYFIയും BJPയും രാഹുലിനെ നേരിടുക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. വരും മണിക്കൂറുകളൊക്കെ തീർച്ചയായിട്ടും ഇന്ന് അദ്ദേഹം എത്തുമോ എന്നത് ചോദ്യം. എത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. എത്തിയാൽ പ്രതിഷേധമുണ്ടാകുമോ? ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയാകുന്നു. എന്തായാലും ഒരുപാട് നാടകീയ സംഭവങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ദിവസമായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.